ഹലോ മക്കളെ, എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചോയ്സ് മീ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സീറ്റ് എഴുതിയ എല്ലാ മക്കൾക്കും അർത്ഥം അറിയാം. നമ്മുടെ ICR ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നെക്സ്റ്റ് അവരുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ICRലോട്ടുള്ള രജിസ്ട്രേഷൻ ആണ്. ഈ ICRലോട്ടുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാ ചെയ്യുക? അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. ഈ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിലെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് തുടർന്നുള്ള സ്റ്റെപ്സുകളൊക്കെ നമുക്ക് നോക്കാം. തുടർന്നുള്ള വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓൾസോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല എങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലൈസ് കൗൺസിലിംഗ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ അറിയാൻ കഴിയും. അതേപോലെ ഞാൻ വീണ്ടും പറഞ്ഞോളാം, നിങ്ങൾ റിസ്ക് എടുക്കാൻ വേണ്ടി ഒരിക്കലും, പ്രത്യേകിച്ച് നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. എന്തെന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 500ൽ മുകളിൽ 500ന് മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് പോലും കഴിഞ്ഞ പ്രാവശ്യം സ്വന്തമായിട്ട് ചെയ്തത് കാരണം അഡ്മിഷൻ ലഭിക്കാതെ പോയതും ഈ വർഷം ഒന്നുകൂടെ എഴുതിയിട്ട് ആ കുട്ടിക്ക് ഈ പ്രാവശ്യം 560 ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തതിന്റെ ആ ഒരു സങ്കടം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ നല്ല ഒരു കോളേജിൽ, അതും കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ചോയ്സ് ഫില്ലിംഗ് ചെയ്തിരുന്നെങ്കിൽ പഞ്ചാബിലോ BHUലോ IARൽ പോലും, IAR ആസാമിലൊക്കെ, ഡൽഹിയല്ല, IAR ആസാമിൽ കിട്ടാനുള്ള മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, വിധിയില്ല എന്ന് പറയാം. എന്തെന്നാൽ ചെയ്തു പോയ തെറ്റുകൾ അങ്ങനെ ആയിരുന്നു. അപ്പം ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ പേഴ്സണലൈസ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ താഴത്തെ നമ്പറിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ICR റാങ്ക് ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ ICR വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് കയറാൻ ലിങ്ക് എന്താണെന്ന് വെച്ചാൽ ICRadmissions.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. ഇതിലായിരിക്കും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ ആപ്ലിക്കൻ ലോഗിൻ, യൂണിവേഴ്സിറ്റി ലോഗിൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. താഴെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അപ്ലൈ ഫോർ കൗൺസിലിംഗ് അക്കാഡമിക് സെക്ഷൻ 2024-2025 എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ കഴിയും. ഈ 2024-2025 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇപ്പോൾ അപ്ഡേറ്റഡ് ആയതാണ്. അതായത് ഇന്നലെ രാവിലെ, ഞാൻ വൈകുന്നേരം സംതിങ് എന്തായിരുന്നു എന്ത് ചെയ്തത്, അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ അപ്ഡേറ്റ് ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഇവിടെ വയനാട്ടിലുള്ള പ്രശ്നങ്ങളും. ഞാനിവിടെ വയനാടാണ്, ഇവിടുത്തെ വിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്കുകളും കാരണങ്ങളും കാരണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. എങ്കിലും നിങ്ങളോട് ഇത് അറിയിക്കുക അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് കുട്ടികൾ പിന്നെയും പിന്നെ മെസ്സേജ്, സാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ, സാറിൻ്റെ പുതിയ വീഡിയോസ് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പുതിയ അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റ് റിന്യൂ ആക്കപ്പെട്ടിട്ടുണ്ട്. സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു അക്കാഡമിക് സെക്ഷൻ ഇതുവരെ 2023-24 എന്നായിരുന്നു, കഴിഞ്ഞ വർഷത്തെയായിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ മുകളിൽ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടീസ് ആൻഡ് അനൗൺസ്മെന്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ക്ലിയർഡ് ആണ്. അതായത് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്, കഴിഞ്ഞ വർഷത്തെ അനൗൺസ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്, ഫുൾ ക്ലിയർ ആണ്. ഇത് എന്തിനുള്ള സൂചനയാണ്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്യൂൺഡ് ആയിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് സൈറ്റ്സ് കയറി സന്ദർശിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എപ്പോൾ അപ്ഡേറ്റ് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലറിയാൻ പറ്റും. ചിലപ്പോൾ ICRയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ICR.org.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് അവർ തുടക്കത്തിൽ എഴുതുമെന്ന് പറഞ്ഞിരുന്നത്. അതിൽ തുടക്കം ഇട്ടായിരുന്നു. അതിനുശേഷം സൈറ്റിൽ എന്തോ പ്രശ്നം വന്നിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ICRadmissions.in എന്ന് പറഞ്ഞ പുതിയ വെബ്സൈറ്റ് എന്ത് ചെയ്തത്, അവർ തുടങ്ങിയത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കുക, ഈ വെബ്സൈറ്റിൽ നോക്കുക. എന്തെന്നാൽ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ഡേഷൻസ് വരാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ആ വെബ്സൈറ്റും കൂടെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അതിലുള്ള അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാകാൻ കഴിയും. അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, UG PGൻ്റെയൊക്കെ അപ്ഡേഷൻസ് അവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്മിഷൻസ് ടു UG PG ആൻഡ് ഡോക്ടറൽ ഡിഗ്രി പ്രോഗ്രാംസ് അണ്ടർ ICR ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ഫോർ അക്കാഡമിക് ഇയർ 2024-25 എന്ന് പറഞ്ഞ് ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആയിരിക്കും അവർ എന്ത് ചെയ്യുക, അവർ ചൂസ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം
ആദ്യം ഇവിടെയാണ് ഇട്ടതെങ്കിൽ പോലും പിന്നീട് അവസാനം എന്ത് ചെയ്തു വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ കാരണം വെബ്സൈറ്റിന് ഇത്ര കുട്ടികളെ താങ്ങാൻ കഴിയാത്തത് കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട് അടുത്ത വെബ്സൈറ്റ് തുടങ്ങുകയും അതിലോട്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തില്ല കൺഫേം ആയിട്ട് ആ വെബ്സൈറ്റിൽ തന്നെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ICAR ബ്രൗഷറിൽ നമുക്ക് ആ വെബ്സൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ അങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷേ നിങ്ങളുടെ കൗൺസിലിംഗ് പ്രോസസ്സുകളെല്ലാം നടക്കുക എന്തിലായിരിക്കും? നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെയായിരിക്കും. ഇവിടെ ഈ ആപ്ലിക്കന്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കേറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കേറിയിട്ടാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതും. നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു മെയിൽ ഐഡിയും നിങ്ങളുടെ പാസ്വേഡും എന്ത് ചെയ്യും ICAR നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡി. അപ്പോൾ ആ ഇമെയിൽ ഐഡി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്തെന്നാൽ അതിലോട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരിക. ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് ഇല്ല എങ്കിൽ നിങ്ങൾ അത് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കുക. എന്നാൽ ആ സമയമാകുമ്പോൾ അവർ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അവരുടെ ലോഗിനും ഐഡിയും പാസ്വേഡും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മെയിലിലോട്ടേ അയക്കത്തുള്ളൂ. അതനുസരിച്ചാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ലോഗിൻ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ഓൾസോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് ഇന്ന് ഈവനിങ്ങിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും ഫിഷറീസിന്റെ കാര്യം നമ്മൾ ഇന്നലെ അഗ്രികൾച്ചറിന്റെ സ്കോപ്പും കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫിഷറീസിന്റെ കാര്യം നമുക്ക് കുറേ കുട്ടികൾ ഫിഷറീസ് ആണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫിഷറീസിന്റെ കാര്യം ഇന്ന് ഈവനിങ്ങിനുള്ളിൽ ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.